ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ചില ആൾക്കാര് ഈ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും പെട്ടെന്ന് അവർ തളർന്നു പോകും. എന്നാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിൽ എത്ര ഫെയില്യൂർ ആയാലും, എത്ര റിജക്ഷൻ നേരിടേണ്ടി വന്നാലും, എത്ര പ്രഷർ ഉണ്ടായാലും അവർ വീണെടുത്ത് നിന്ന് ചാടി എഴുന്നേൽക്കും. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം? സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലി ഹാബിറ്റ്സ്. സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലി ഹാബിറ്റ്സിലൂടെ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേക്ക് അപ്പ് വിത്ത് ഇന്റൻഷൻ. അതായത് ഒരു ഇന്റൻഷനോട് കൂടി നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഭൂരിഭാഗം ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ ആദ്യം എടുത്ത് സ്ക്രോൾ ചെയ്യുവാൻ തുടങ്ങും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്താണ്? നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലൂടെ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഡിസിപ്ലിൻ ആകുവാൻ കഴിയും, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഫോക്കസ്ഡ് ആകുവാൻ കഴിയും, എത്ര കാമോട് കൂടി നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. വേക്ക് അപ്പ് വിത്ത് ഇന്റൻഷൻ. അതായത് നമുക്ക് ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ആ ഇന്റൻഷനോട് കൂടി ഒരു ദിവസം നമുക്ക് തുടങ്ങുവാൻ കഴിയണം. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ഓഫ് സൈലൻസ്. അതായത് നമ്മുടെ മനസ്സിന് ഒരു 10 മിനിറ്റെങ്കിലും ഒരു സൈലൻസ് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെഡിറ്റേഷനോ, അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഏതെങ്കിലും രീതിയിൽ ഒരു 10 മിനിറ്റെങ്കിലും ദൈവവുമായിട്ട് സംസാരിക്കുവാൻ, പ്രയർ അല്ലെ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ ആ ഒരു ദിവസം ശക്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ 10 മിനിറ്റ്സ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീഡ് യുവർ മൈൻഡ്. അതായത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ തന്നെ മനസ്സിനും ഈ ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. മനസ്സിനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ചിന്തകളാണ്. ചിന്തകളുടെ കൂടാരമാണ് മനസ്സ്. അവിടെ നല്ല ചിന്തകൾ നമുക്ക് മനസ്സിന് കൊടുക്കുവാൻ കഴിയണമെന്നുള്ളതാണ്. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഏതെങ്കിലും നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ വായിക്കുവാനും പഠിക്കുവാനും ലേൺ ചെയ്യുവാനും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ മോശം ഭക്ഷണം നമ്മുടെ ശരീരത്തെ എത്രത്തോളം സാരമായി ബാധിക്കുമോ അതുപോലെ തന്നെയാണ് മോശമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ സാരമായി ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീഡ് യുവർ മൈൻഡ് വിത്ത് പോസിറ്റീവ് കണ്ടന്റ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂവ് യുവർ ബോഡി. അതായത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും വ്യായാമം, എക്സസൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മൈൻഡിനെ കൂടുതൽ സ്ട്രോങ് ആക്കും എന്നുള്ളതാണ്. അതായത് സ്ട്രോങ് ബോഡി, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സസൈസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്ട്രെസ്സിനെ മുഴുവൻ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ഈ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഈ ഹോർമോണുകൾ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സ്ട്രെസ്സിനെ മുഴുവൻ ഡിസോൾവ് ചെയ്യുവാൻ നമുക്ക് എന്ത് സഹായകമാണ്? ഈ ബോഡി മൂവ്മെന്റ്, എക്സസൈസ് സഹായകമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തില്ലാത്ത കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യുക, ഈ കാര്യങ്ങൾക്കൊക്കെ എക്സസൈസ് ഏറെ സഹായകമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറയുന്നത് ഡു വൺ ഹാർഡ് തിങ് ഡെയിലി. ഇവിടെയാണ് ഗെയിം ചേഞ്ചർ. അതായത് എല്ലാ ദിവസവും നമ്മൾ മാറ്റിവെക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമില്ലേ? ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നാളത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. നാളെയാകുമ്പോൾ അത് മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുന്നു, അല്ലെ? ഇങ്ങനെയുള്ള ഒരു കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ആ ഒരു കാര്യമായിരിക്കാം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത്, അല്ലെ? ഞാനിപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ന് വേണ്ട നാളെ ചെയ്യാം, നാളെ ആകുമ്പോൾ നാളെ ചെയ്യുന്നില്ല, ഇനി മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കാം, പോസ്റ്റ്പോൺ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തരം മാറ്റിവെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുകയെ, അത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നതാണ്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ്. ചിലർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, നാളത്തേക്ക് മാറ്റിവെക്കും. ചിലർക്കാണെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്, ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കാം, അപ്പൊ അത് പഠിച്ചെടുക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടായി തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ നാളത്തേക്ക് മാറ്റിവെക്കാം. ഇനി അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ,
അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നാളത്തേക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് കൊണ്ടുവരുന്നതാണ്. അടുത്ത 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അന്ന് നടന്നിട്ടുള്ള ഒരു 4ഓ 5ഓ കാര്യങ്ങൾക്കെങ്കിലും പ്രപഞ്ചത്തിന് നന്ദി അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള വസ്ത്രമാകട്ടെ, പാർപ്പിടമാകട്ടെ, അല്ലെങ്കിൽ ആഹാരമാകട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ആകട്ടെ, എന്തുമാകട്ടെ, അതിനൊക്കെ ഒന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് രാത്രിയിൽ ഒന്ന് കിടന്നു നോക്കുകയെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഫീൽ നമുക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും ഈ ലോകത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ശാസ്ത്രം തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയമായ തലത്തിലും നമ്മൾക്ക് പലയിടങ്ങളിലും വായിക്കുവാൻ കഴിയും. നന്ദിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതിലൂടെ നന്ദി അർപ്പിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അടുത്ത 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് യുവർ മൈൻഡ്. അതായത് നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതായത് നമ്മുടെ 5 സെൻസസ് കൊണ്ടാണ് നമ്മളിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ണുകൾ കൊണ്ട് വേണ്ട കാര്യങ്ങൾ കാണുക, കാതുകൾ കൊണ്ട് വേണ്ട കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ നമ്മുടെ 5 സെൻസസ് കൊണ്ട് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പഠിക്കുക അല്ലെങ്കിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് 7ാമത് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സെന്താണ് മലിനമാവുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ ഈ 7 സ്റ്റെപ്പുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ നമുക്ക് സ്ട്രോങ് ആക്കുവാൻ കഴിയും. അതായത് ഈ സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഡെയിലി ഹാബിറ്റ്സിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. അതാദ്യം മനസ്സിലാക്കി ഈ 7 കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കുകയെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.